ഒരു ചാനലോ ഒരു മാധ്യമ സ്ഥാപനമോ മാധ്യമ പ്രവർത്തകരല്ല മേഡം. മേഡത്തോടൊപ്പം കലാമേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുകയാണ് കലാകാരിയായി തുടരാൻ മേഡത്തിന് യോഗ്യതയില്ല, അർഹതയില്ല. ഒരു വിരോധമില്ല. വേണ്ട, നിങ്ങളെല്ലാരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാലോ. ശരിയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ പിന്നെ നിങ്ങളെല്ലാരും ഒന്നിച്ചല്ലേ പറയുള്ളൂ. ഞാനാ പിൻവലിക്കാൻ? ഞാൻ ആരും അതിന് തേജാവധം ചെയ്തിട്ടില്ലോ. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പുനരാലോചനയില്ല, ഒരു തേജാവധം ചെയ്തിട്ടില്ല. എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലുള്ളവരൊന്നും വരുമല്ലോ. ചാനലുകാർ വരുമ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ 66-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഞാൻ പറയും. ഒരു മര്യാദയും മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. അതിനിപ്പോ എന്തോന്നാ പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു കവലയിൽ നിന്ന് ഇവിടെ നിന്ന് സംസാരിച്ചാല് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ ഒരു ജാതി മതം പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇതെന്തൊരു പാട് പിന്നെയും പറയും. കറുപ്പും വെളുപ്പും ഞാൻ ചോദിക്കട്ടെ, സങ്കടം സന്തോഷം, കറുപ്പ് വെളുപ്പ്, രാവ് പകല്, ഇതൊക്കെ എന്തിനാ വാക്കുകൾ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ വാക്കുകളൊക്കെ? ഉണ്ട്. അല്ല, മൃഗവും മനുഷ്യനും കൂടെ ഒന്നിച്ച് ചേർക്കണ്ട. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ചേർത്താൽ മതി. സങ്കടവും ശരി അല്ല 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 വേണ്ട, കേക്കണ്ട. ഇല്ല, കേക്കണ്ട നിങ്ങൾ കേക്കണ്ടെന്നേ. ഇതെന്തൊരു പാട്? പൊതുവികാരം ഉയർന്നിട്ട് കാര്യമില്ല. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം, എന്റെ പൊന്നെ, എനിക്ക് അവരെന്നെ എന്ത് പറഞ്ഞാലും ഒരു വിരോധമില്ല. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ധാഷ്ട്യം ദീഷ്ടിയൊന്നും അല്ല ഇത്. ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. വൃത്തികേടെന്ന് അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇത് പറയാനാണോ നിങ്ങൾ വന്നത്? എന്നെ ചോദ്യം ചെയ്യാനും? എന്തിന് നിറവ്യത്യാസം? അതാ ഞാൻ പറഞ്ഞ കറുപ്പും വെളുപ്പും എന്തിനാ? ശുദ്ധ മലയാളം എന്ന് പറഞ്ഞ എന്റെ സ്വന്തം അഭിപ്രായം. അത് നിങ്ങളെ ആരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. അല്ല, എത്രയോ സ്ഥലത്ത് മത്സരത്തിന് ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ഇട്ടായിട്ടുണ്ട്. അതാ പറഞ്ഞ നിങ്ങളെ നല്ല ഒരു കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോവാ. ഇപ്പോഴത്തെ കുറെ പയ്യന്മാര് മേക്കപ്പിന് നല്ല നോക്കിട്ടെ ഞാൻ പറയട്ടെ, ഇയാള് മിണ്ടായി അവർ നല്ല ഇത്തിരി നിറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നുമല്ല. ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണ്ടല്ലോ നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല. ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. അങ്ങനെ കുറെ കുട്ടികൾ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട്. മത്സരത്തിന് വന്നിട്ട് അറിയേയില്ല ആ കുട്ടി ഇങ്ങനെ ഒരു നിറാണ്. മേക്കപ്പിൽ കാര്യമുണ്ട്. അല്ല കളിക്കും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാൻ എങ്ങനെ അറിയാം? ഇല്ല ആണല്ല, നിങ്ങൾക്ക് വന്നിട്ട് സൗന്ദര്യം മാത്രം അറിഞ്ഞാൽ മതി. എനിക്കറിഞ്ഞൂടാ എന്താണ്. ഇല്ല ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? അതിനാരാ ആ രാമകൃഷ്ണന്നുള്ളത് നിങ്ങൾക്കങ്ങ് നിങ്ങളങ്ങ് തീരുമാനിക്കണല്ലേ? ആള് പോയിരിക്കും, എവിടെ ഇല്ല. എന്റെ പൊന്നെ, നമ്മളങ്ങനെ എന്തെല്ലാം പറയും. അറിഞ്ഞിട്ട് നമ്മളൊരാളുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. ഇല്ല അതാ പറഞ്ഞത്. അപ്പൊ ആ വ്യക്തി, നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിന് പോകുന്നു പറയണം. കേസിന് പോട്ടെ. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വന്നെടുക്കുന്നത്.